ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫ്രാക്ഷൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളിന്ന് ഡിഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും കേരള PSC, SSC, UPSC, RRB തുടങ്ങിയ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള PYQs ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ PYQs നോക്കുന്നതിന് മുമ്പ് എന്താണ് ഡിഫ്രാക്ഷൻ എന്നൊന്ന് പറഞ്ഞിട്ട് PYQസിലോട്ട് പോവാം. അപ്പോൾ നോക്കിക്കേ, വാട്ട് ഈസ് ഡിഫ്രാക്ഷൻ? ഡിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? Diffraction is the phenomenon in which light bends and spreads when it passes through a very narrow slit or around the edge of an obstacle. അതായത് ഒരു ലൈറ്റ് എന്താണ്, ഒരു നാരോ സ്ലിറ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തടസ്സം, ഒബ്സ്റ്റക്കിൾ മീൻസ് ഒരു തടസ്സത്തിൻ്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റിന് എന്ത് സംഭവിക്കുന്നു? ലൈറ്റ് ബെൻഡ് ചെയ്ത് സ്പ്രെഡ് ആവുന്ന ഫെനോമിനനാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. Even though light normally travels in straight lines, it bends when the obstacle size is comparable to the wavelength of light. അതായത് ലൈറ്റ് നോർമലി അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിലും നമ്മുടെ ഈ തടസ്സം അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിളിൻ്റെ സൈസ് ഈ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിന് ഏകദേശം ഈക്വൽ ആണെങ്കിൽ, അതായത് തമ്മിൽ വളരെ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ, വളരെ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ലൈറ്റ് ബെൻഡ് ചെയ്ത് സ്പ്രെഡ് ആവും. ഓക്കെ, അതാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഡിഫ്രാക്ഷൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സിൽ നിന്ന് എന്താണ് ലൈറ്റ് വേവ്സ് പോവുകയാണ്. അപ്പോൾ എന്താ, ഒരു നാരോ സ്ലിറ്റിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോൾ നോക്കിക്കേ എന്ത് പറ്റുന്നു? ലൈറ്റ് സൈഡ് വൈസ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്നു അല്ലേ? അതാണ് ഡിഫ്രാക്ഷൻ. ആ ഡിഫ്രാക്ഷൻ പാറ്റേൺ ആണ് ഇപ്പുറത്ത് കാണിച്ചേക്കുന്നത് ആ സ്ക്രീനിൽ. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം, നോക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നേച്ചർ ഓഫ് ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ ഈസ് എ വേവ് ഫെനോമിനൻ. ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വേവ് ഫെനോമിനൻ ആണ്. ഇറ്റ് പ്രൂവ്സ് ദ വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. അപ്പം ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റിൻ്റെ വേവ് നേച്ചറാണ് പ്രൂവ് ചെയ്യുന്നത്. ഡിഫ്രാക്ഷന് പാർട്ടിക്കിൾ നേച്ചർ പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. It becomes noticeable only when slit width is almost similar to wavelength of light. എന്താണ് നമ്മുടെ സ്ലിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിന് സിമിലറായിട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് സിമിലറായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സ്ലിറ്റ് വിഡ്ത്ത് കുറവായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഡിഫ്രാക്ഷൻ അങ്ങനെ നോട്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഡിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആവണമെങ്കിൽ എന്താണ്, സ്ലിറ്റ് വിഡ്ത്തും വേവ് ലെങ്ത്തും ഏകദേശം സിമിലർ ആയിരിക്കണം, അല്ലെങ്കിൽ സ്ലിറ്റ് വിഡ്ത്ത് കുറഞ്ഞിരിക്കണം. ഒരുപാട് വലിയ സ്ലിറ്റിലൂടെ അല്ലെങ്കിൽ വിഡ്ത്ത് കൂടിയ സ്ലിറ്റിലൂടെയാണ് ലൈറ്റ് വേവ്സ് കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് ഡിഫ്രാക്ഷൻ അത്ര ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിരിക്കത്തില്ല. അത് നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. ആ ഡിഫ്രാക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ ചെറിയ സ്ലിറ്റ് ആകുമ്പോഴാണ് നമുക്ക് നല്ലപോലെ ഡിഫ്രാക്ഷൻ എഫക്റ്റ് ഉണ്ടാവുക, നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുക. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഈ കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് ഒരു വൈഡ് ഗ്യാപ്പാണെന്ന് കരുതുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് നാരോ ഗ്യാപ്പാണെന്ന് പറയുക. അതായത് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് ആദ്യത്തേതിൽ വൈഡും രണ്ടാമത്തേതിൽ നാരോ ആണ്. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തേതിൽ എന്താ, സ്മോൾ ഡിഫ്രാക്ഷൻ എഫക്റ്റ് ആണ് അല്ലേ? വൈഡ് ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ സ്മോൾ ഡിഫ്രാക്ഷൻ എഫക്റ്റാണ് ഉണ്ടാവുക. പക്ഷേ സെക്കൻഡ് ഫിഗറിൽ നോക്കിക്കേ, നാരോ ഗ്യാപ്പ് ആയതുകൊണ്ട് ലാർജ് ഡിഫ്രാക്ഷൻ എഫക്റ്റാണ് അവിടെ കാണിക്കുന്നത്. ആ സ്ലിറ്റ് നാരോ ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ലാർജ് ഡിഫ്രാക്ഷൻ എഫക്റ്റ് അല്ലേ? ആ സ്ലിറ്റിലൂടെ കടന്നു വരുമ്പോൾ എന്താണ്, ആ വേവ്സ് ഒരുപാട് സൈഡ് വേസ് ആയിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്, മറ്റതിൽ അത്ര സ്പ്രെഡ് ആവുന്നില്ല. അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അതിൻ്റെ ഒരു അനലോഗിയാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ഒന്ന് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഒരു ഡോറിലൂടെ കടന്നു പോകുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. ഒരു വലിയ ഗേറ്റാണെന്ന് വെച്ചോ, ആൾക്കാർ എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് നടന്നു പോകും അല്ലേ? വലുതായിട്ട് സ്പ്രെഡായി ഒന്നും പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. വെരി നാരോ ഗേറ്റ് ആണെങ്കിൽ എന്താണ്, ആൾക്കാർ ഇറങ്ങിയ ഉടനെ എന്ത് ചെയ്യും? സൈഡ് വൈസ് ആയിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് പോകും, അല്ലെങ്കിൽ തമ്മിലിടിക്കൂലേ? അതുകൊണ്ട് അവർ പല സൈഡിലോട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് പോകും. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. വേവ്സ് ബിഹേവ് എക്സാക്ട്ലി ലൈക്ക് ദിസ്. നമ്മുടെ വേവും ഇതുപോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. ചെറിയ സ്ലിറ്റ് ആണെങ്കിൽ കൂടുതൽ സ്പ്രെഡ് ചെയ്ത് പോകുന്നു, വലിയ സ്ലിറ്റ് ആണെങ്കിൽ അത്ര സ്പ്രെഡ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ഫ്രം ഇൻ്റർഫെറൻസ് ആണ്. അതായത് ഡിഫ്രാക്ഷനും ഇൻ്റർഫെറൻസും തമ്മിലുള്ള ആ ഒരു കോൺസെപ്ച്വൽ ഡിഫറൻസ് PSC ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇൻ്റർഫെറൻസ് എന്താണെന്ന് നോക്കിക്കേ. ഇൻ്റർഫെറൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ ഓഫ് ലൈറ്റ് ഫ്രം 2 കൊഹറൻറ്റ് സോഴ്സസ് അല്ലേ? 2 ഡിഫറെൻറ്റ് കൊഹറൻറ്റ് സോഴ്സസിൽ നിന്ന് വരുന്ന ലൈറ്റ് വേവ്സിൻ്റെ സൂപ്പർ പൊസിഷനിൽ നിന്നാണ്
എന്തുണ്ടാവുന്നത്? ഇൻ്റർഫെറൻസ് നടക്കുന്നത്. എങ്കിൽ ഡിഫ്രാക്ഷൻ എങ്ങനെയാണ്? ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ ഓഫ് വേവ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സെയിം വേവ് ഫ്രണ്ട്. അതായത് ഒരു സെയിം വേവ് ഫ്രണ്ടിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൻ്റെ സൂപ്പർ പൊസിഷൻ. അതായത് ഒരു സെയിം വേവിനെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വെച്ചോ. അതായത് ആ സ്ലിറ്റിലൂടെ കടന്നു വരുമ്പോഴാണല്ലോ ഡിഫ്രാക്ഷൻ സംഭവിക്കുക. അപ്പോൾ ആ സ്ലിറ്റിൻ്റെ മുകൾ ഭാഗത്തിലൂടെ കടന്നു വരുന്നത് ആ ടോപ്പ് പാർട്ടായിട്ടും, അല്ലാതെ മിഡിലൂടെ കടന്നു വരുന്നത് മിഡിൽ പാർട്ട്, ബോട്ടമിലൂടെ വരുന്നത് ബോട്ടം പാർട്ട്, അങ്ങനെ ആ സെയിം വേവിനെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് പറയുന്നു. അതിൻ്റെ സൂപ്പർ പൊസിഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? ഡിഫ്രാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ PSC ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണേ. ഇനി നമുക്ക് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ്റെ ഒരു ബേസിക് ഐഡിയ നോക്കാം. നോക്കിക്കേ, വെൻ മോണോക്രോമാറ്റിക് ലൈറ്റ് പാസസ് ത്രൂ എ സിംഗിൾ നാരോ സ്ലിറ്റ്, അതായത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് ഒരു സിംഗിൾ നാരോ സ്ലിറ്റിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നത്? എ സെൻട്രൽ ബ്രൈറ്റ് ബാൻഡ് ഈസ് ഫോംഡ്. എന്താണ്? സെൻട്രൽ പാർട്ടിൽ എന്താ ഉണ്ടാവുന്നത്? ഒരു ബ്രൈറ്റ് ബാൻഡ് ഉണ്ടാവുന്നു. ആ ബ്രൈറ്റ് ബാൻഡ് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് വൈഡർ ആൻഡ് ബ്രൈറ്റർ ദാൻ അതർ ഫ്രിഞ്ചസ്. ബാക്കിയുള്ള ഫ്രിഞ്ചസിനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സെൻട്രൽ ബാൻഡ് എന്ന് പറയുന്നത് വൈഡർ ആയിരിക്കും ആൻഡ് വിൽ ബി സോ ബ്രൈറ്റർ ദാൻ അതർ ഫ്രിഞ്ചസ്. ബാക്കി എല്ലാ ഫ്രിഞ്ചസിനേക്കാളും വൈഡറും ബ്രൈറ്ററുമായിരിക്കും ഈ സെൻട്രൽ ബാൻഡ് എന്ന് പറയുന്നത്. ഡാർക്ക് ആൻഡ് ഫെയിൻറ്റ് ബ്രൈറ്റ് ബാൻഡ്സ് അപ്പിയർ ഓൺ ബോത്ത് സൈഡ്സ്. എന്താണ്? ഡാർക്ക് ആയിട്ടുള്ളതും ഫെയിൻറ്റ് ബ്രൈറ്റ് ബാൻഡ്സും രണ്ട് സൈഡിലും അപ്പിയർ ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്, സെൻട്രൽ മാക്സിമം ഈസ് ദ ബ്രൈറ്റസ്റ്റ് ആൻഡ് വൈഡസ്റ്റ്. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ സെൻട്രൽ ബാൻഡാണ് ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ളതും മാക്സിമം ബ്രൈറ്റ്നെസ് ഉള്ളതും ആയിട്ടുള്ള ബാൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, വൈ ഡിഫ്രാക്ഷൻ ഈസ് നോട്ട് ഈസിലി സീൻ ഇൻ ഡെയിലി ലൈഫ്. എന്താണ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അത്ര ഈസി ആയിട്ട് ഡിഫ്രാക്ഷൻ എല്ലായിടത്തും കാണുന്നില്ല. കാരണം എന്തെന്നാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കേ, ബിക്കോസ് വേവ് ലെങ്ത് ഓഫ് വിസിബിൾ ലൈറ്റ് ഈസ് വെരി സ്മോൾ. എന്താണ്? നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. എവറിഡേ ഒബ്ജക്ട്സ് ഹാവ് ലാർജ് ഡയമെൻഷൻ. എന്താണ്? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മളെ ചുറ്റും കാണുന്ന വസ്തുക്കളൊക്കെ ഈ വേവ് ലെങ്ത് വെച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ് അല്ലേ? അപ്പോൾ ഇവിടെ വേവ് ലെങ്ത്തും അതുപോലെ ഒബ്സ്റ്റക്കിളിൻ്റെ സൈസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് എന്ത് കാണാത്തത്? ഡിഫ്രാക്ഷൻ കാണാത്തത്. ഹെൻസ് ഡിഫ്രാക്ഷൻ എഫക്ട്സ് ആർ നെഗ്ലിജിബിൾ. അതുകൊണ്ടാണ് ഡിഫ്രാക്ഷൻ എഫക്ട്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ നെഗ്ലിജിബിളായിട്ട് വരുന്നത്. ഇനി അടുത്തത് PSCയുടെ ഒരു ട്രാപ്പാണ്. ഒരു ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നോക്കിക്കേ, ഡിഫ്രാക്ഷൻ വേഴ്സസ് റിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷനും റിഫ്രാക്ഷനും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നോക്കിക്കേ. ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ബെൻഡിങ് അറ്റ് എഡ്ജസ് ഓർ സ്ലിറ്റ്സ്. എന്താണ്? എഡ്ജസ്, അതായത് ഈ അരികുകൾ അല്ലേ, ആ അരിവിലൊക്കെ ബെൻഡാവുന്നതും അല്ലെങ്കിൽ സ്ലിറ്റിലൂടെ പോകുമ്പോൾ ബെൻഡാവുന്നതുമാണ് എന്തെന്ന് പറയുന്നത്? ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ റിഫ്രാക്ഷൻ എന്താണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ? റിഫ്രാക്ഷൻ എന്താണ്? ബെൻഡിങ് അറ്റ് ബൗണ്ടറി ഓഫ് ടു മീഡിയ ഡ്യൂ ടു സ്പീഡ് ചേഞ്ച്. അതായത് രണ്ട് ഡിഫറെൻറ്റ് മീഡിയം, ആ മീഡിയത്തിൻ്റെ ബൗണ്ടറി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ആ സ്പീഡ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് ആണ് എന്തെന്ന് പറയുന്നത്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ എഡ്ജസിലോ അല്ലെങ്കിൽ സ്ലിറ്റിലൂടെ കടന്നു പോകുമ്പോഴുള്ളതാണെങ്കിൽ അതെന്താണ്? അത് ഡിഫ്രാക്ഷനാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് എക്സാമിന് വേണ്ടി ഓർത്തിരിക്കാനുള്ളത്. ഡിഫ്രാക്ഷൻ പ്രൂവ്സ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ് അല്ലേ? ഡിഫ്രാക്ഷൻ ലൈറ്റിൻ്റെ വേവ് നേച്ചറാണ് പ്രൂവ് ചെയ്യുന്നത്. സെൻട്രൽ മാക്സിമം ഈസ് ദ ബ്രൈറ്റസ്റ്റ് ഇൻ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ അല്ലേ? ആ സെൻട്രൽ മാക്സിമം എന്ന് പറഞ്ഞാൽ ആ സെൻട്രൽ ബാൻഡാണ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ബാൻഡ് എന്ന് പറയുന്നത്. ഡിഫ്രാക്ഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ് വെൻ സ്ലിറ്റ് സൈസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഓർ സിമിലർ ടു വേവ് ലെങ്ത്. എന്താണ്? ഡിഫ്രാക്ഷൻ നമുക്ക് മോസ്റ്റ് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് സ്ലിറ്റ് സൈസ് വേവ് ലെങ്ത്തുമായിട്ട് സിമിലർ ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും, അടുത്തടുത്തിരിക്കുമ്പോഴായിരിക്കും, വളരെ വ്യത്യാസം ഇല്ലാത്തപ്പോഴായിരിക്കും. സൗണ്ട് ഡിഫ്രാക്ട്സ് മോർ ദാൻ ലൈറ്റ്. എന്താണ്? ലൈറ്റിനേക്കാളും കൂടുതൽ ഡിഫ്രാക്റ്റ് ചെയ്യുന്നത് ആരാണ്? സൗണ്ടാണ്. കാരണം എന്താണ്? സൗണ്ടിന് ലോങ്ങർ വേവ് ലെങ്ത് ആണ് അല്ലേ? കൂടുതൽ വേവ് ലെങ്ത് ആണ് ആസ് കമ്പയർഡ് ടു ലൈറ്റ്. അതുകൊണ്ടിട്ടാണ് നമ്മുടെ സൗണ്ട് കൂടുതൽ ഡിഫ്രാക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് എവിഡൻസ് ഫോർ ദ ഡാഷ്. എന്താണ്?
ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ എവിഡൻസ് ആണെന്നാണ് ചോദ്യം. എന്ത് തെളിയിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പാർട്ടിക്കിൾ നേച്ചറാണോ? അല്ല. ഡ്യുവൽ നേച്ചറാണോ? അല്ല. ക്വാണ്ടം നേച്ചറാണോ? അല്ല. എന്താണ്? വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞതാണ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഈസ് ദ എവിഡൻസ് ഫോർ വേവ് നേച്ചർ ഓഫ് ലൈറ്റ്. ഡിഫ്രാക്ഷൻ ഇൻവോൾവ്സ് ബെൻഡിങ് ആൻഡ് സ്പ്രെഡിങ് ഓഫ് വേവ്സ് വിച്ച് ഈസ് പോസിബിൾ ഓൺലി ഇഫ് ലൈറ്റ് ബിഹേവ്സ് ആസ് എ വേവ് അല്ലേ? ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ബെൻഡിങ് ആൻഡ് സ്പ്രെഡിങ് ആണ് അല്ലേ? വേവ്സിൻ്റെ ബെൻഡിങ്ങും സ്പ്രെഡിങ്ങും ആണ് ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ഒരു വേവ് ആണെങ്കിൽ മാത്രമേ എന്ത് പോസിബിൾ ആവൂ? ഈ ബെൻഡിങ്ങും സ്പ്രെഡിങ്ങും ഒക്കെ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിംസ് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഡിഫ്രാക്ഷൻ ബിക്കംസ് അപ്രീഷ്യബിൾ വെൻ ദ സൈസ് ഓഫ് ദ ഒബ്സ്റ്റക്കിൾ ഓർ സ്ലിറ്റ് ഈസ് ഡാഷ്. എന്താണ്? ഒബ്സ്റ്റക്കിൾ സൈസ് അല്ലെങ്കിൽ സ്ലിറ്റ് എങ്ങനെയായിരിക്കുമ്പോഴാണ് ഡിഫ്രാക്ഷൻ അപ്രീഷ്യബിൾ ആവുന്നത്, അതായത് കൂടുതൽ എവിഡൻ്റ് ആവുന്നത് അല്ലെങ്കിൽ ക്ലിയർ ആവുന്നതെന്നാണ് ചോദ്യം. എന്താണ്? വെൻ കമ്പാരബിൾ ടു ദ വേവ് ലെങ്ത് അല്ലേ? ഒബ്സ്റ്റക്കിൾ സൈസ് അല്ലെങ്കിൽ സ്ലിറ്റ് സൈസ് എന്ന് പറയുന്നത് വേവ് ലെങ്ത്, ആ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തുമായിട്ട് കമ്പാരബിൾ ആവുമ്പോഴാണ് നമ്മുടെ ഡിഫ്രാക്ഷൻ കൂടുതൽ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? നോക്കിക്കേ, സിഗ്നിഫിക്കൻറ്റ് ഡിഫ്രാക്ഷൻ ഒക്കേഴ്സ് ഓൺലി വെൻ സ്ലിറ്റ് വിഡ്ത്ത് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. SSC CGL 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ കോസസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് കോർണേഴ്സ്, അതായത് കോർണർ ഏരിയസിലൊക്കെ ലൈറ്റ് ബെൻഡ് ചെയ്ത് വരുന്ന ആ ഒരു ഫിനോമിനൻ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ഡിഫ്രാക്ഷൻ ആണ് അല്ലേ? ഡിഫ്രാക്ഷൻ കോസസ് ലൈറ്റ് ടു സ്പ്രെഡ് ഇൻ ടു ദ റീജിയൻ ഓഫ് ജിയോമെട്രിക് ഷാഡോ. കേരള PSC LDC 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ദ സെൻട്രൽ മാക്സിമം ഈസ് ഡാഷ്. അതായത് സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷനിലെ സെൻട്രൽ മാക്സിമം എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. എങ്ങനെയായിരിക്കും? ബ്രൈറ്റ് ആൻഡ് വൈഡസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? സെൻട്രൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബ്രൈറ്റും ആയിരിക്കും, ഏറ്റവും വൈഡും ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ എക്സ്പ്ലനേഷൻ. ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഹാസ് മാക്സിമം ഇൻറ്റൻസിറ്റി ആൻഡ് ഈസ് ട്വൈസ് ആസ് വൈഡ് ആസ് അതർ ഫ്രിഞ്ചസ്. അതായത് നമ്മുടെ സെൻട്രൽ ഫ്രിഞ്ച് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും മാക്സിമം ഇൻറ്റൻസിറ്റി ഉള്ളത്, അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ബ്രൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മറ്റ് ഫ്രിഞ്ചസിൻ്റെ കാലും ഇരട്ടി വൈഡായിരിക്കും ആരെന്ന് പറയുന്നത്? ഈ സെൻട്രൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത്. ഇത് UPSC NDA 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഡിഫ്രാക്ഷൻ ഡിഫേഴ്സ് ഫ്രം ഇൻ്റർഫെറൻസ് ബിക്കോസ് ഡിഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു ഡാഷ്. അതായത് നമ്മുടെ ഡിഫ്രാക്ഷനും ഇൻ്റർഫെറൻസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞതാണ്. ആ ഡിഫ്രാക്ഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഡിഫ്രാക്ഷൻ ഈസ് ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ ഫ്രം സെയിം വേവ് ഫ്രണ്ട് അല്ലേ? ആ സെയിം വേവ് ഫ്രണ്ടിൻ്റെ സൂപ്പർ പൊസിഷൻ കാരണമാണ് എന്തുണ്ടാവുന്നത്? ഡിഫ്രാക്ഷൻ ഉണ്ടാവുന്നത്. അല്ലാതെ ഡിഫറെൻറ്റ് വേവ്സ് അവിടെ ഇല്ല. Diffraction arises from different parts of the same wavefront, unlike interference which needs to be two coherent sources. നമ്മുടെ ഇൻ്റർഫെറൻസിൽ എന്താണ്? ഡിഫറെൻറ്റ് വേവ്സ് വരണം അല്ലേ? അതായത് സെപ്പറേറ്റ് ചെയ്ത് രണ്ട് ഡിഫറെൻറ്റ് വേവ്സ് തമ്മിൽ സൂപ്പർപോസ് ചെയ്താണ് ഇൻ്റർഫെറൻസ് നടക്കുന്നത്. പക്ഷേ ഡിഫ്രാക്ഷനിലോ ഒരൊറ്റ വേവ് ഫ്രണ്ടാണല്ലേ? അപ്പോൾ SSC JE 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേവ്സ് ഷോസ് മാക്സിമം ഡിഫ്രാക്ഷൻ. അതായത് താഴെ കുറച്ച് ടൈപ്സ് ഓഫ് വേവ്സ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഡിഫ്രാക്ഷൻ കാണിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? സൗണ്ട് വേവ്സ് ആണ് ഏറ്റവും കൂടുതൽ ഡിഫ്രാക്ഷൻ കാണിക്കുന്നത്. കാരണം സൗണ്ട് ഹാസ് ലോങ്ങർ വേവ് ലെങ്ത്, ഹെൻസ് ഡിഫ്രാക്ഷൻ ഈസ് മോർ പ്രോമിനൻറ്റ്. കേരള PSC ഫയർമാൻ 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഡിഫ്രാക്ഷൻ ഈസ് ലീസ്റ്റ് നോട്ടീസബിൾ ഇൻ വിസിബിൾ ലൈറ്റ് ബിക്കോസ് ഡാഷ്. എന്താണ്? നമ്മുടെ വിസിബിൾ ലൈറ്റിൽ ഡിഫ്രാക്ഷൻ അത്ര നോട്ടീസ് ചെയ്യാറില്ല, ലീസ്റ്റ് നോട്ടീസബിൾ ആണ്. അതിൻ്റെ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് വെരി സ്മോൾ. എന്താണ്? നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഡിഫ്രാക്ഷൻ അത്ര നോട്ടീസ് ചെയ്യാത്തത്. സ്മോൾ വേവ് ലെങ്ത് കമ്പയർഡ് ടു എവറിഡേ ഒബ്ജെക്റ്റ് റെഡ്യൂസസ് ഡിഫ്രാക്ഷൻ എഫക്ട്സ്. നമ്മുടെ എവറിഡേ ഒബ്ജെക്റ്റ്, നമ്മൾ ചുറ്റും കാണുന്ന നമ്മുടെ വസ്തുക്കളെല്ലാം ഈ വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലുതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡിഫ്രാക്ഷൻ എഫക്ട്സ് അത്ര നോട്ടീസ് ചെയ്യാൻ പറ്റാത്തത്. SSC CHSL 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ഫെനോമിനൻ റെസ്പോൺസിബിൾ ഫോർ കളേഴ്സ് സീൻ ഓൺ CD ഓർ DVD ഈസ് മെയിൻലി ഡാഷ്. എന്താണ്? CD DVD നമ്മൾ മഴവില്ല് കണക്കത്തെ നിറങ്ങൾ കാണാറില്ലേ?
അതിൻ്റെ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? ഡിഫ്രാക്ഷനാണ് കാരണം. നോക്കിക്കേ, ക്ലോസ്ലി സ്പേസ്ഡ് ട്രാക്ക് ആക്ട്സ് ആസ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ് പ്രൊഡ്യൂസിങ് കളർ സെപ്പറേഷൻ. നമ്മുടെ ഈ CD/DVDയിലൊക്കെ എന്തുണ്ട്? ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ട്രാക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്സ് ആയിട്ട് ആക്ട് ചെയ്താണ് ഈ കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. UPSC CAPF 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് എക്സ്പെരിമെൻ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്? എന്താണ്? ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെരിമെൻ്റ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? സിംഗിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ. ഡിഫ്രാക്ഷൻ ഈസ് ക്ലാസിക്കലി ഡെമോൺസ്ട്രേറ്റഡ് യൂസിങ് എ സിംഗിൾ നാരോ സ്ലിറ്റ് അല്ലേ. ഒരു സിംഗിൾ നാരോ സ്ലിറ്റ് ഉപയോഗിച്ചാണ് നമ്മുടെ ഡിഫ്രാക്ഷൻ ക്ലാസിക്കലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എന്തായിരുന്നു പ്രൂവ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിൻ്റെ ക്ലാസിക്കൽ എക്സ്പെരിമെൻ്റ് ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്? അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ SSC GD 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ അലോസ് ലൈറ്റ് ടു സ്പ്രെഡ് ഇൻ ടു ദ റീജിയൻ ഓഫ് ഷാഡോ? അതായത് നമ്മുടെ ഷാഡോസ് ഇല്ലേ, നിഴൽ, അതൊക്കെ എന്താണ്, വളരെ ഷാർപ്പായിട്ടല്ല കാണുന്നത് അല്ലേ. അതിൻ്റെ എഡ്ജസൊക്കെ കുറച്ച് കർവായിട്ട് അല്ലെങ്കിൽ ബ്ലറായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അതിൻ്റെ കാരണം ഡിഫ്രാക്ഷനാണ്. ഡിഫ്രാക്ഷൻ ബെൻസ് ലൈറ്റ് അറൗണ്ട് ഒബ്സ്റ്റക്കിൾ റെഡ്യൂസിങ് ഷാർപ്പ് ഷാഡോസ്. കേരള PSC ഡിഗ്രി പ്രിലിംസ് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഡിഫ്രാക്ഷൻ പാറ്റേൺസ് കൺസിസ്റ്റ് ഓഫ് ഡാഷ്? എന്താണ്? ഡിഫ്രാക്ഷൻ പാറ്റേണിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നാണ് ചോദ്യം. എന്താണ്? ഓൾട്ടർനേറ്റിംഗ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസ് ഡ്യൂ ടു കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്ലെറ്റ്സ്. SSC JE 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഡിഫ്രാക്ഷൻ ഫ്രിഞ്ചസ് ആർ ഒബ്റ്റൈൻ ഡ്യൂ ടു ഡാഷ്? അതായത് ഡിഫ്രാക്ഷൻ ഫ്രിഞ്ചസ് ഉണ്ടാവാൻ കാരണം എന്തെന്നാണ് ചോദ്യം. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇൻ്റർഫറൻസ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ് ആണ്. ഈ ഉത്തരം വരുന്നത് ഹൈജൻസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ഹൈജൻസ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻസ് ഡിഫ്രാക്ഷൻ ആസ് ഇൻ്റർഫറൻസ് ഓഫ് വേവ്ലെറ്റ്സ്. എന്താണ്? ഹൈജൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഡിഫ്രാക്ഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻ്റർഫറൻസ് ഓഫ് വേവ്ലെറ്റ്സ് ആയിട്ടാണ്. അതായത് ഈ ഹൈജൻസ് പ്രിൻസിപ്പിൾ PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഞാൻ ബാക്കി എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ കാണുമല്ലോ. അപ്പോൾ എന്താണ് ഹൈജൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ? ഹൈജൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് നമ്മുടെ ഈ വേവിൻ്റെ പല പാർട്സും ഓരോ പുതിയ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. ഓരോ പോയിൻറ്റും ഓരോ പുതിയ സോഴ്സായിട്ട് ആക്ട് ചെയ്ത് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ സ്പ്രെഡ് ആവുന്നതായിട്ടാണ് ഈ ഹൈജൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് സെക്കൻഡറി വേവ്ലെറ്റ്സ് എന്ന് പറയുന്നത്, ആ പുതിയ സോഴ്സുകൾ. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇത് SSC CGL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ ഡിഫ്രാക്ഷൻ ദ സോഴ്സ് ഓഫ് ലൈറ്റ് എഫക്റ്റീവ്ലി ബിഹേവ്സ് ആസ് ഡാഷ്? എന്താണ്? ഡിഫ്രാക്ഷനിൽ നമ്മുടെ ലൈറ്റ് സോഴ്സ് എഫക്റ്റീവ്ലി എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എന്തായിട്ടാണ്? മൾട്ടിപ്പിൾ സെക്കൻഡറി സോഴ്സസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് പറയുന്നത് അല്ലേ. നമുക്കറിയാം ഒരൊറ്റ വേവാണ് അവിടെ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഡിഫ്രാക്ഷനകത്ത് ഈച്ച് പോയിൻ്റ് ഓൺ ദ വേവ് ഫ്രണ്ട് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് സെക്കൻഡറി വേവ്ലെറ്റ്സ്. ഓക്കെ, കേരള PSC HSA Physics 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ഡിഫ്രാക്ഷൻ? അതായത് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഡിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. നോക്കിക്കേ, ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഒക്കേഴ്സ് ഡ്യൂ ടു ബെൻഡിങ് അറ്റ് എഡ്ജസ് അല്ലേ. റിക്വയർസ് 2 coherent സോഴ്സസ് റോങ് ആണ്, അത് ഇൻ്റർഫറൻസിൻ്റെ കേസാണ്. ഒക്കേഴ്സ് ഓൺലി ഇൻ ഡെൻസർ മീഡിയ എന്ന് പറയുന്നത് അതും റോങ് ആണ്. ഡിപ്പെൻസ് ഓൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നതും കറക്റ്റ് അല്ല. അപ്പോൾ ഒറ്റ ആൻസറേ ഉള്ളൂ. ഏതാണ്? ഒക്കേഴ്സ് ഡ്യൂ ടു ബെൻഡിങ് അറ്റ് എഡ്ജസ് അല്ലേ. ഡിഫ്രാക്ഷൻ ഒക്കേഴ്സ് വെൻ ലൈറ്റ് എൻകൗണ്ടേഴ്സ് എഡ്ജസ് ഓർ നാരോ ഓപ്പണിംഗ്. SSC MTS 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ പാർട്ടിക്കിൾ തിയറി ഓഫ് ലൈറ്റ്? പാർട്ടിക്കിൾ തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഫിനോമിന ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസറായിട്ട് ഡിഫ്രാക്ഷൻ ആണ് വരുന്നത്. നോക്കിക്കേ, ഡിഫ്രാക്ഷൻ റിക്വയർസ് ബെൻഡിങ് ആൻഡ് സ്പ്രെഡിങ് ഓഫ് വേവ് നേച്ചർ ഓഫ് ലൈറ്റ് ആണ് ഡിഫ്രാക്ഷൻ പ്രൂവ് ചെയ്യുന്നത് അല്ലേ. UPSC NDA 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇൻ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ദ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ഈസ് ഡാഷ്? എന്താണ്? സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ്റെ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. ഇത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ബ്രൈറ്റ് ആൻഡ് വൈഡർ ദാൻ അതേഴ്സ് അല്ലേ. സെൻട്രൽ മാക്സിമം ഹാസ് ഹയസ്റ്റ് ഇൻറ്റൻസിറ്റി ആൻഡ് ഈസ് ട്വൈസ് as wide as secondary maxima. സോ കേരള PSC ഡിഗ്രി പ്രിലിംസ് 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ എക്സ്പ്ലെയിൻസ് വൈ ഷാഡോസ് ആർ നോട്ട് പെർഫെക്റ്റ്ലി ഷാർപ്പ്? ഏത് ഫെനോമിനനാണ് എന്താണ് ഷാഡോസ് ഷാർപ്പായിട്ടല്ല കാണുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഏതാണ്? ഡിഫ്രാക്ഷനാണ് അല്ലേ. നമുക്കറിയാം എന്താണ്, ലൈറ്റ് ബെൻസ് ലൈറ്റ്ലി അറൗണ്ട് എഡ്ജസ് സോഫനിങ് ദ ഷാഡോസ് അല്ലേ. ആ ഷാഡോസ് വലിയ ഷാർപ്പല്ലാതെ കുറച്ച് എന്താണ് ബ്ലറായിട്ട് അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കാൻ കാരണം എന്താണ്? ഈ ഡിഫ്രാക്ഷനാണ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇത് SSC CHSLന് 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ആ സെൻട്രൽ മാക്സിമ ആ ക്വസ്റ്റ്യൻ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അടുത്ത ചോദ്യം, വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഡിഫ്രാക്ഷൻ? ഏത് പ്രിൻസിപ്പിളാണ് ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്നാണ് ചോദ്യം. ഇവിടെ ഇത് UPSC ലെവലിലും SSC ലെവലിലുമാണ് ഇത് കൂടുതൽ ചോദിക്കാറുള്ളത്. ഹൈജൻസ് പ്രിൻസിപ്പിളാണ് ഡിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ കേട്ടോ. ഹൈജൻസ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറൗണ്ട് എഡ്ജസ്. UPSC CDS 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഡിഫ്രാക്ഷൻ ഈസ് മോർ പ്രോമിനൻറ്റ് ഫോർ വേവ്സ് ഹാവിങ് ഡാഷ്. എന്താണ്? ഡിഫ്രാക്ഷൻ എങ്ങനെയുള്ള വേവ്സിനാണ് കൂടുതൽ എവിഡൻറ്റ് അല്ലെങ്കിൽ കൂടുതൽ പ്രോമിനൻറ്റ് എന്നാണ് ചോദ്യം. ഏതിനാണ്? ലോങ് വേവ് ലെങ്ത് ആണെങ്കിലാണ് കേട്ടോ. ലോങ്ങർ വേവ് ലെങ്ത് ഗീവ്സ് ഗ്രേറ്റർ ബെൻഡിങ് അറൗണ്ട് ഒബ്സ്റ്റക്കിൾസ്. SSC GD 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ഡിഫ്രാക്ഷൻ? എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡിഫ്രാക്ഷന് ആവശ്യമായിട്ട് അല്ലാത്തതെന്നാണ് ചോദ്യം. ഏതാണ്? 2 കൊഹറൻറ്റ് സോഴ്സസ് അല്ലേ. ഡിഫ്രാക്ഷന് 2 കൊഹറൻറ്റ് സോഴ്സസിൻ്റെ ആവശ്യം ഇല്ല. നോക്കിക്കേ, 2 കൊഹറൻറ്റ് സോഴ്സസ് ആർ നീഡഡ് ഫോർ ഇൻ്റർഫെറൻസ് നോട്ട് ഡിഫ്രാക്ഷൻ അല്ലേ. SSC JE 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്തത് ഒരു റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫ്രാക്ഷൻ എഫക്ട്സ് ആർ നെഗ്ലിജിബിൾ ഇൻ എവറിഡേ ലൈഫ് ബിക്കോസ് ഡാഷ്. എന്താണ്? നമ്മുടെ നിത്യജീവിതത്തിൽ എന്താണ് ഡിഫ്രാക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. നമുക്ക് നമ്മളൊക്കെ അത്ര എവിഡൻ്റ് ആയിട്ട് കാണാറില്ല. അതിൻ്റെ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് വെരി സ്മോൾ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ. നമ്മുടെ വസ്തുക്കളൊക്കെ വെച്ച് നോക്കുമ്പോൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഡിഫ്രാക്ഷൻ എഫക്റ്റ് അത്രയ്ക്ക് ഫീൽ ചെയ്യാത്തത്. ഇത് UPSC CAPF 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ കോസ് ഓഫ് ഡിഫ്രാക്ഷൻ ഈസ് ഡാഷ്. എന്താണ്? താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഡിഫ്രാക്ഷൻ്റെ കോസായിട്ട് വരുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ബെൻഡിങ് അറ്റ് എഡ്ജസ് ഓഫ് ഒബ്സ്റ്റക്കിൾസ് അല്ലേ. അതായത് തടസ്സങ്ങളുടെ അരിവിൽ കൂടെ എന്താണ് ബെൻഡ് ചെയ്ത് കടന്നു പോകുന്നത്. അപ്പോൾ ഡിഫ്രാക്ഷൻ ഈസ് ബെൻഡിങ് ആൻഡ് സ്പ്രെഡിങ് ഓഫ് വേവ്സ് അറ്റ് എഡ്ജസ്. കേരള PSC ഡിഗ്രി പ്രിലിംസ് 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ റെയിൻബോ ലൈക്ക് കളേഴ്സ് ഓൺ CDC? ഇതും റിപ്പീറ്റിംഗ് ആണ്. ഏതാണ്? ഡിഫ്രാക്ഷൻ ആണ് അല്ലെ. ക്ലോസ്ലി സ്പേസ്ഡ് ട്രാക്സ് acts as diffraction grating. SSC CHSL 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഫെനോമിനൻ എക്സ്പ്ലെയിൻസ് വൈ സൗണ്ട് ക്യാൻ ബി ഹേർഡ് ഈവൻ വെൻ ദ സോഴ്സ് ഈസ് നോട്ട് ഇൻ ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് അല്ലേ. അതായത് നമ്മുടെ നേർക്കുനേരല്ല സോഴ്സ് എങ്കിൽ പോലും നമുക്ക് സൗണ്ട് എന്ത് പറ്റും? കേൾക്കാൻ പറ്റും അല്ലേ. അത് ഏത് ഫെനോമിനനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. അത് ഡിഫ്രാക്ഷനാണ്. ഡിഫ്രാക്ഷൻ നോക്കിക്കേ, സൗണ്ട് വേവ്സ് ഡിഫ്രാക്ട് സ്ട്രോങ്ലി ഡ്യൂ ടു ദെയർ ലോങ് വേവ് ലെങ്ത്. എന്താണ്? സൗണ്ടിന് വളരെ ലോങ് വേവ് ലെങ്ത് ആണുള്ളത്. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? സ്ട്രോങ് ആയിട്ട് ഡിഫ്രാക്ട് ചെയ്യും. നമ്മൾ പറഞ്ഞു ലോങ്ങർ വേവ് ലെങ്ത് ആണെങ്കിലാണ് സ്ട്രോങ് ഡിഫ്രാക്ഷൻ നടക്കുന്നത്. ഇത് കേരള PSC ഡിഗ്രി പ്രിലിംസ് 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഡിഫ്രാക്ഷൻ പാറ്റേൺ കൺസിസ്റ്റ് ഓഫ് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഡ്യൂ ടു ഡാഷ്. എന്താണ്? ഡിഫ്രാക്ഷൻ പാറ്റേണിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബ്രൈറ്റും ഡാർക്കും ബാൻഡ്സ് കാണാൻ പറ്റും അല്ലേ. അതിൻ്റെ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? ഇൻ്റർഫെറൻസ് ഓഫ് വേവ് ലെറ്റ്സ് അല്ലേ. വേവ് ലെറ്റ്സിൻ്റെ ഇൻ്റർഫെറൻസ് കാരണമാണ് നമുക്ക് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് കാണാൻ പറ്റുന്നത്. അപ്പോൾ എക്സ്പ്ലനേഷൻ നോക്കിക്കേ, സെക്കൻഡറി വേവ്ലെറ്റ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്ലിറ്റ് ഇൻ്റർഫിയർ കൺസ്ട്രക്റ്റീവ്ലി ആൻഡ് ഡിസ്ട്രക്റ്റീവ്ലി. നമ്മൾ ആ സ്ലിറ്റിൽ നിന്ന് വരുന്ന എന്താണ് ആ വേവിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിനെ നമ്മൾ സെക്കൻഡറി വേവ്ലെറ്റ്സ് ആയിട്ട് പറയുന്നു അല്ലേ. ഡിഫറെൻറ്റ് സോഴ്സസ് ആയിട്ട് പറയുന്നു. അപ്പോൾ അത് തമ്മിൽ ഇൻ്റർഫിയർ ചെയ്ത് അത് കൺസ്ട്രക്റ്റീവായിട്ടും ഡിസ്ട്രക്റ്റീവായിട്ടും ഇൻ്റർഫിയർ ചെയ്താണ് നമുക്ക് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് ഉണ്ടാവുന്നത്.
അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേവ്സ് ഷോസ് ലീസ്റ്റ് ഡിഫ്രാക്ഷൻ? താഴെ കുറച്ച് വേവ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏത് വേവാണ് ഏറ്റവും കുറവ് ഡിഫ്രാക്ഷൻ കാണിക്കുന്നതെന്നാണ് ചോദ്യം. ഏതാണ്? ഗാമ റേസ് ആണ് അല്ലേ. ഗാമ റേസ് ഹാവ് എക്സ്ട്രീംലി സ്മോൾ വേവ് ലെങ്ത്, സോ ഡിഫ്രാക്ഷൻ ഈസ് നെഗ്ലിജിബിൾ അല്ലേ. ഗാമ റേസിനാണ് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത്. ഏറ്റവും സ്മോളസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? ഗാമ റേസിനാണ്. അതുകൊണ്ട് തന്നെ ഗാമ റേസ് കാണിക്കുന്ന ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, വളരെ ചെറുതാണ് അല്ലേ. SSC JEE 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ സെൻട്രൽ ഡിഫ്രാക്ഷൻ മാക്സിമം ഈസ് ബ്രൈറ്റസ്റ്റ് ബിക്കോസ് ഡാഷ്. എന്താണ്? നമ്മൾ പറഞ്ഞു ഡിഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ആ സെൻട്രൽ ബാൻഡാണ് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? വേവ്സ് റെയിൻഫോഴ്സ് ഈച്ച് അതർ മോർ സ്ട്രോങ്ലി. ഏറ്റവും സ്ട്രോങ് ആയിട്ട് വേവ്സ് റെയിൻഫോഴ്സ് ചെയ്യുന്നത് അവിടെയാണ്. നോക്കിക്കേ, അറ്റ് ദ സെൻറ്റർ ഓൾ വേവ്ലെറ്റ്സ് ആർ ഇൻ ഫേസ്. മാക്സിമം കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് നടക്കുമ്പോഴാണ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ സെൻറ്ററിൽ എല്ലാ വേവ്ലെറ്റ്സും എന്തിലായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? മാക്സിമം ബ്രൈറ്റ് ആയിട്ടുള്ള ബാൻഡ് ഫോം ചെയ്യുന്നത്. ഇത് SSC CHSL 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ കറക്റ്റ്ലി ഡിസ്റ്റിങ്ക്വിഷസ് ഡിഫ്രാക്ഷൻ ഫ്രം ഇൻ്റർഫറൻസ്? അതായത് താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്? രണ്ടിൻ്റെ ആ ഒരു വ്യത്യാസം എടുത്ത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഡിഫ്രാക്ഷൻ യൂസസ് 1 സ്ലിറ്റ്, ഇൻ്റർഫറൻസ് യൂസസ് 2 കൊഹറൻറ്റ് സോഴ്സസ് അല്ലേ. ഡിഫ്രാക്ഷനിൽ ഒരു സ്ലിറ്റ് മതി, പക്ഷേ ഇൻ്റർഫറൻസിൽ എന്താവശ്യമുണ്ട്? നമുക്ക് 2 കൊഹറൻറ്റ് സോഴ്സസ് ആവശ്യമുണ്ട്. നോക്കിക്കേ, ഇൻ്റർഫറൻസ് റിക്വയർസ് 2 കൊഹറൻറ്റ് സോഴ്സസ്, അല്ലെങ്കിൽ ഒരു കൊഹറൻറ്റ് സോഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് 2 സ്ലിറ്റിലൂടെ കടത്തിവിട്ട് എന്താക്കുന്നു? 2 ഡിഫറൻറ്റ് കൊഹറൻറ്റ് സോഴ്സസ് ആക്കുന്നു അല്ലേ. അതാണ് ഇൻ്റർഫറൻസിന് ആവശ്യം. അതാണ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻ്റ് അല്ലേ. പക്ഷേ ഡിഫ്രാക്ഷൻ എന്ത് മതി? ഒരു സിംഗിൾ സ്ലിറ്റ് മതി. UPSC CAPF 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, വൈ ഈസ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ലെസ് നോട്ടീസബിൾ ദാൻ ഡിഫ്രാക്ഷൻ ഓഫ് സൗണ്ട്? എന്താണ്? ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഡിഫ്രാക്ഷൻ ഓഫ് സൗണ്ട് വെച്ച് നോക്കുമ്പോൾ എന്താണ്? അത്ര നോട്ടീസബിൾ അല്ല, കുറവാണ്. കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ്? ലൈറ്റ് ഹാസ് മച്ച് സ്മോളർ വേവ് ലെങ്ത് അല്ലേ. ലൈറ്റിന് സൗണ്ടിന് വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ വേവ് ലെങ്ത് ആണ് ഉള്ളത്. സ്മോളർ വേവ് ലെങ്ത്, വീക്കർ ഡിഫ്രാക്ഷൻ എഫക്ട്സ്. കേരള PSC ഡിഗ്രി പ്രിലിംസ് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ഡിഫ്രാക്ഷൻ ഫ്രിഞ്ചസ് ആർ ഫോംഡ് ഈവൻ വിത്ത് ഡാഷ്. എന്താണ്? ഡിഫ്രാക്ഷൻ ഫ്രിഞ്ചസ് ഈ താഴെ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ എവിടെ ഫോം ചെയ്യുന്നു എന്നാണ് ചോദ്യം. 1 നാരോ സ്ലിറ്റ് അല്ലേ. ഒരു ഒറ്റ നാരോ സ്ലിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ഫോം ചെയ്യും? ഡിഫ്രാക്ഷൻ ഫ്രിഞ്ചസ് ഫോം ചെയ്യും. സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ ഒക്കേഴ്സ് ഡ്യൂ ടു സൂപ്പർ പൊസിഷൻ വിത്തിൻ ദ സെയിം വേവ് ഫ്രണ്ട്. UPSC NDA 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ചോദ്യം, ഇൻ ഡിഫ്രാക്ഷൻ ലൈറ്റ് സ്പ്രെഡ്സ് ഇൻ ടു ദ റീജിയൻ ഡാഷ്. എന്താണ്? അതായത് ഡിഫ്രാക്ഷനിൽ ലൈറ്റ് ഏത് റീജിയനിലാണ് സ്പ്രെഡ് ആവുന്നതെന്നാണ് ചോദ്യം. ഓഫ് ജോമെട്രിക്കൽ ഷാഡോ അല്ലേ. ഡിഫ്രാക്ഷൻ അലോസ് ലൈറ്റ് ടു ബെൻഡ് ഇൻ ടു ഷാഡോ റീജിയൻസ്. കേരള PSC LDC 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഡിഫ്രാക്ഷൻ ഈസ് കറക്റ്റ്? എന്താണ്? താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഡിഫ്രാക്ഷനിൽ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഇറ്റ് ഒക്കേഴ്സ് അറ്റ് എഡ്ജസ് ആൻഡ് നാരോ സ്ലിറ്റ്സ് അല്ലേ. ഡിഫ്രാക്ഷൻ എവിടെയാണ് ഉണ്ടാകുന്നത്? എഡ്ജസിലും നാരോ സ്ലിറ്റുകളിലും. ഡിഫ്രാക്ഷൻ ഈസ് ബെൻഡിങ് അറ്റ് എഡ്ജസ് ഓർ അപ്പർച്ചേഴ്സ്. SSC GD 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡിസപ്പിയേഴ്സ് വെൻ ഡാഷ്. എന്താണ്? ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡിസപ്പിയർ ആവുന്ന സിറ്റുവേഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദ്യം. നോക്കിക്കേ, സ്ലിറ്റ് വിഡ്ത്ത് ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു വേവ് ലെങ്ത് അല്ലേ. വേവ് ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്ലിറ്റ് വിഡ്ത്ത് വളരെ വലുതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിഫ്രാക്ഷൻ പാറ്റേൺ ഡിസപ്പിയർ ആവുന്നു. ലാർജ് അപ്പർച്ചേഴ്സ് റെഡ്യൂസ് ഡിഫ്രാക്ഷൻ എഫക്ട്സ്. UPSC CDS 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മളിന്ന് ഡിഫ്രാക്ഷൻ എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം. നമ്മൾ ഈ ഒരു സീരീസ് അതായത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ഫുള്ള് നമ്മൾ ചാനലിൽ ഇതുപോലെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാ ഗവൺമെൻറ് എക്സാംസിനും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.